പലപ്പോഴും നമ്മൾ അപകടങ്ങൾ പിന്നെ ഒരാൾക്ക് മാത്രമല്ല സംഭവിക്കുന്നത്, അത് രക്ഷിക്കാൻ പോകുന്ന ആൾക്കും കൂടി സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നെ മുൻകരുതൽ എടുക്കാൻ ശ്രദ്ധിക്കാതെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾക്ക് അപകടം ഉണ്ടായി, ഒരാൾക്ക് വൈദ്യുതി ഷോക്കേറ്റ് കിടക്കുന്നു. അത് ഷോക്കാണെന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ അപകടത്തിന് ഇരയായ വ്യക്തിയെ സ്പർശിക്കാനായിട്ട് പോകരുത്. ഒരു കാരണവശാലും അദ്ദേഹത്തിനെ നേരിട്ട് സ്പർശിക്കരുത്. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അങ്ങോട്ടുള്ള വൈദ്യുതി പ്രവാഹം നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ നമുക്ക് അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഈ ഇരയായി മാറിയ മനുഷ്യജീവിയെ സ്പർശിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഓഫാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി പുറത്താണെങ്കിൽ നമുക്കറിയാം, അപ്പോൾ ലൈൻ പൊട്ടി വീണ ഒരു അപകടം, ഒരാൾ ഷോക്കേറ്റ് കിടക്കുന്നു. നമുക്ക് ഒരുപക്ഷെ ചിലപ്പം 100-200 മീറ്റർ അപ്പുറമായിരിക്കും ചിലപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസ് ഉണ്ടായിരിക്കുക. നമുക്കറിയില്ല ഏത് ഫ്യൂസാണ് ഊരേണ്ടതെന്ന് നമുക്കറിയണമെന്നില്ല. വൈദ്യുതി ബന്ധം ഈ ഇരയിൽ നിന്ന് ഒഴിവാക്കി മാറ്റുക. അതിന് നമ്മൾ നേരിട്ട് കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കും ഷോക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വൈദ്യുതി പ്രവഹിക്കാത്ത ഉണങ്ങിയ മരക്കൊമ്പ്, പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ, പ്ലാസ്റ്റിക് വടികളോ അത്തരത്തിലുള്ള വൈദ്യുതി പ്രവഹിക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, അല്ലെങ്കിൽ കണക്ഷൻ ഇതുമായിട്ട് ഈ ഇരയുടെ മേലിൽ കിടക്കുന്ന കമ്പിയോ അത്തരത്തിലുള്ള വൈദ്യുതി പ്രവഹിക്കുന്ന എന്താണെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഇതാണ് പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് വൈദ്യുതി ഓഫീസിനെ അറിയിക്കുക.